ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 25 വ്യാഴാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുന്ന മലയാള സിനിമയാണ് സർവമായ. നിവിൻ പോളി നായകനായി അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അജു വർഗീസ്, ജനാർദ്ദനൻ, പൃഥ്വി മുകുന്ദൻ, റിയ ഷിബു, രഘുനാഥ് പലേരി എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരു നിവിൻ പോളി സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിയുന്ന മികച്ച കളക്ഷനാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ആദ്യ 4 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 18,18,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 4 ദിവസത്തെ ഈ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 2,80,00,000 രൂപയാണ്. അങ്ങനെ 20,98,00,000 രൂപയാണ് 4 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് ഓവർസീസ് കളക്ഷനായി 4 ദിവസം കൊണ്ട് $2.7 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 24,26,00,000 രൂപ. അങ്ങനെ ലോകമെമ്പാടുമായി ആദ്യ 4 ദിവസം കൊണ്ട് 45,24,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി 5-ാം ദിവസമെന്ന തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് ഈ സിനിമ കേരളത്തിൽ അഡ്വാൻസ് ബുക്കിലൂടെ നേടിയെടുത്തത് 1,52,00,000 രൂപയായിരുന്നു. ഇന്ന് ഈ സിനിമയ്ക്ക് മണിക്കൂറിൽ 10,000-ലേറെ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 4.5 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ 22.5-23 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7 കോടി റേഞ്ചിലാണ്. ഇന്ന് ഒഫീഷ്യലായി നിവിൻ പോളി ഉൾപ്പെടെ സിനിമയുടെ അണിയർ പ്രവർത്തകർ 50 കോടി പോസ്റ്റർ പുറത്തിറക്കിയിരുന്നു. ദിലീപ് നായകനായി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ഡിസംബർ 18 വ്യാഴാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെ മലയാള സിനിമയാണ് ഭബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബൈജു, ബാലു വർഗീസ്, സിദ്ധാർത്ഥ ഭരതൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 11 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 25,39,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 12-ാം ദിവസമായ തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 20,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 12 ദിവസം കൊണ്ട് കേരളത്തിൽ 25,60,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 45,50,00,000 റേഞ്ചിലാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് കളങ്കാവൽ. ചിത്രത്തിന്റെ 4-ാമത്തെ തിങ്കളാഴ്ച കൂടിയായ 25-ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നലെ വരെയുള്ള 24 ദിവസം കൊണ്ട് കേരളത്തിൽ 36,85,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്യുന്നത്. ഇന്നും ഈ സിനിമയ്ക്ക് കേരളത്തിൽ 10 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 36,95,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ 25 ദിവസത്തെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 83,25,00,000 റേഞ്ചിലുമാണ്. ഡിസംബർ 5 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. രൺവീർ സിംഗ് നായകനായി ആദിത്യ ധർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ 4-ാമത്തെ തിങ്കളാഴ്ച കൂടിയായ 25 ദിവസം ഇന്ന് പിന്നിടുമ്പോൾ സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 862,23,00,000 രൂപയും വിദേശത്ത് നിന്ന് 238 കോടി രൂപയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. 1,100,23,00,000 രൂപയുടെ പോസ്റ്ററാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ഈ സിനിമ 24 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 1,065 കോടി രൂപയാണ്. ഡിസംബർ 25 വ്യാഴാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് തൂ മേരി മേം തേര തൂ മേരി. സമീർ വിദ്വാൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കാർത്തിക് ആര്യൻ, അനന്യ പാണ്ഡെ, നീന ഗുപ്ത, ജാക്കി ഷറഫ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ 4-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 1,85,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 9 ലക്ഷം രൂപയാണ് 4 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 4 ദിവസം കൊണ്ട് 28 കോടി രൂപയും വിദേശ കളക്ഷനായി 6,75,00,000 രൂപയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 34,75,00,000 രൂപയാണ് ലോകമെമ്പാടുമായി 4 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.